ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ സൈഡ് സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഇങ്ങനൊരു ഓപ്ഷൻ, അതായത് ഇൻവൈറ്റ് കൊളാബറേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങളുടെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും കാണുന്നുണ്ടോ? എന്താണ് ഇൻവൈറ്റ് കൊളാബറേറ്റർ? ഇങ്ങനെ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ചാനലിലെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും വർദ്ധിക്കുമോ? എങ്ങനെ ഇത് നമുക്ക് യൂസ് ചെയ്യാം? ഇതിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൽ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും ഹൈപ്പും തരാനും മറക്കരുത്. ആദ്യം എന്താണ് ഇൻവൈറ്റ് കൊളാബറേറ്റർ എന്ന് പറയാം. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മറ്റ് ചാനലുകളോ കൊളാബറേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ നിങ്ങൾ കൊളാബറേഷന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് പറയാം. ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങളൊരു യൂട്യൂബറാണ്. നമ്മുടെ യൂട്യൂബിൽ അത്യാവശ്യം റീച്ചായി നിൽക്കുന്ന മറ്റ് ചാനലുകളെ നിങ്ങൾക്ക് പരിചയമുണ്ട്. അപ്പോൾ അവരുമായിട്ട് നിങ്ങൾ സംസാരിച്ച ശേഷം നിങ്ങൾ അവരുടെ ചാനലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കൊളാബറേഷനിലൂടെ ഇൻവൈറ്റ് ചെയ്യുകയും ഇപ്പോൾ അത്യാവശ്യം റീച്ചായിട്ട് നിൽക്കുന്ന ആ ചാനൽ നിങ്ങളുടെ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അവരുടെ ചാനലിലും കാണിക്കുന്നതാണ്. ഇങ്ങനെ കാണിക്കുന്നതിലൂടെ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന റെക്കമെൻഡേഷനോടൊപ്പം തന്നെ നിങ്ങളുടെ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്ത ചാനലിലെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും കൂടെ നിങ്ങളുടെ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഓൾറെഡി വേറൊരു ചാനലും കൂടെ ഉണ്ട്, ആ രണ്ടാമത്തെ ചാനലും നിങ്ങൾക്ക് റീച്ച് ആക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ തന്നെ, അതായത് ആദ്യത്തെ റീച്ചായി നിൽക്കുന്ന ചാനലിൽ തന്നെ കൊളാബ് ഇൻവിറ്റേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ രണ്ടാമത്തെ ചാനലും നിങ്ങൾക്ക് അതുവഴി റീച്ചാക്കി എടുക്കാവുന്നതാണ്. സൈഡ് സ്ക്രീനിലേക്ക് പോവാം. ഞാനിവിടെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് ഇൻവൈറ്റ് കൊളാബറേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മറ്റൊരു പേജിൽ ബാക്കി കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഇൻവൈറ്റ് കൊളാബറേറ്റർ എന്ന ഓപ്ഷൻ്റെ തൊട്ട് താഴെയായിട്ട് സെർച്ച് എ ചാനൽ എന്ന ഓപ്ഷൻ കാണാം. അവിടെ താഴെയായിട്ട് 3 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഒന്നാമത്തേത് എന്ന് പറയുന്നത് യു ആർ ഇൻ കൺട്രോൾ, ഓൺലി യു ആർ മേക്ക് ചേഞ്ചസ് ടു ദ വീഡിയോസ്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന ആ ഒരു ചാനലിൽ സാധിക്കില്ല, നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തെ ഓപ്ഷനെ പറ്റി പറയാം. എക്സ്പാൻഡഡ് റീച്ച്, വി വിൽ ഹെൽപ്പ് യുവർ വീഡിയോ റീച്ച് യുവർ കൊളാബറേറ്റേഴ്സ് ഓഡിയൻസ്. ഈ ഒരു ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, നിങ്ങൾ കൊളാബറേഷന് വേണ്ടിയിട്ട് മറ്റൊരു ചാനലിൽ ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന ചാനലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ കാണിക്കും. അങ്ങനെ കാണിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കൊളാബറേഷനിലൂടെ കാണിക്കുന്ന വീഡിയോയുടെ താഴെയായിട്ട് 2 പേരുടെ പ്രൊഫൈലും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിൽ താഴെയായിട്ട് സബ്സ്ക്രൈബ് ബട്ടണും കാണാം. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് ഈസിയായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നല്ലത് തന്നെയാണ്. ഇതിൽ വരാൻ പോകുന്ന ഒരു പ്രോബ്ലം ഉണ്ട്, അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ അവസാനം പറയാം. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഫുൾ ഓണർഷിപ്പ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. യു കീപ് ഓൾ ദ റവന്യൂ, വ്യൂസ് ആൻഡ് വാച്ച് ടൈം ഫ്രം ദ വീഡിയോ. അപ്പോൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു കൊളാബറേഷന് വേണ്ടിയിട്ട് ഒരു ചാനലിൽ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ആ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് അതിൽ നിന്നും എത്ര വാച്ച് ടൈമാണോ കിട്ടിയത് അത് നിങ്ങൾക്ക് മാത്രമായിരിക്കും. ഏത് ചാനലാണോ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അവർക്ക് മാത്രമായിരിക്കും അതിൽ നിന്നുള്ള വാച്ച് അവർ കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് മോണിറ്റൈസ്ഡ് ആയവരുടെ കാര്യം. നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, അതിൽ നിങ്ങൾ എത്ര റവന്യൂ ആണോ നിങ്ങൾക്ക് കിട്ടിയത് അത് ഏത് ചാനലാണോ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് അവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അല്ലാതെ നമ്മുടെ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്ത ആൾക്ക് ഇതിൽ നിന്ന് വാച്ച് ടൈമോ റവന്യൂ ഒന്നും ലഭിക്കുന്നതല്ല. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് കൊളാബറേഷന് വേണ്ടിയിട്ട് ഇൻവിറ്റേഷൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ മുകളിലായിട്ട് സെർച്ച് ഫോർ എ ചാനൽ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏത് ചാനലിനെയാണോ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ചാനലിൻ്റെ നെയിമോ ഹാൻഡിൽ നെയിമോ ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു സെക്കൻഡറി ചാനലിൻ്റെ നെയിം കൊടുക്കുന്നുണ്ട്.
ഇവിടെ താഴെയായിട്ട് ഞാൻ സെർച്ച് ചെയ്ത ചാനലിന്റെ നെയിം കാണാനായിട്ട് കഴിയും. സിംപ്ലി അവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ താഴെ അലോ അനലിറ്റിക്സ് വ്യൂ എന്ന ഓപ്ഷൻ കാണാം. ഇത് ഓൺ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിന്റെ, അതായത് ആ വീഡിയോയുടെ അനലിറ്റിക്സ്, നിങ്ങൾക്ക് ആ വീഡിയോയിൽ നിന്നും എത്ര വ്യൂസ് കിട്ടി, എത്ര വാച്ച് ടൈം കിട്ടി, ഇങ്ങനെയുള്ള വീഡിയോയുടെ അനലിറ്റിക്സ് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന ആ ഒരു കൊളാബറേഷന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന ചാനലിന് കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഓൺ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ താഴെയായിട്ട് ക്രിയേറ്റ് ലിങ്ക് എന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. കൊളാബറേഷന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഇവിടെ ജനറേറ്റ് ആയി വരുന്നതാണ്. ഇനി ഇവിടെ താഴെ കാണുന്ന ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് ഇൻവൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സംസാരിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഇൻവൈറ്ററിന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് കൊളാബറേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കൊളാബറേഷന് വേണ്ടിയിട്ട് മറ്റു ചാനലിനെ ഇൻവൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഒരു കാര്യം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മാറിയ യൂട്യൂബിൻ്റെ പുതിയ പോളിസി അനുസരിച്ച് നമ്മളിപ്പോൾ ഒരു കൊളാബറേഷന് വേണ്ടിയിട്ട് ഒരു ചാനലിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ് എങ്കിൽ നമ്മളുടെ രണ്ടുപേരുടെ ചാനലുകൾ തമ്മിലും ഒരു ലിങ്ക് കാണും. അതായത് എൻ്റെ ചാനലിലുള്ള വീഡിയോസ് അവരുടെ ചാനലിലും, അവരുടെ ചാനലിലുള്ള വീഡിയോസ് എൻ്റെ ചാനലിലും കാണും. ആ സമയത്ത് ഏതെങ്കിലും ഒരു ചാനൽ ചിലപ്പോൾ ഒരു കമ്മ്യൂണിറ്റി വയലേഷനോ എന്തെങ്കിലും കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ ഇൻവൈറ്റ് ചെയ്ത ആളുടെ ചാനലിലും ചിലപ്പോൾ അഫക്റ്റ് ചെയ്തേക്കാം. ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുന്നതാണ്. അതുകൊണ്ട് ഇതിന് നമ്മൾ ഒത്തിരി നോക്കിയെങ്കിലും ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ മറ്റാരുടെയും കൊളാബറേഷൻ വേണ്ടിയിട്ട് അക്സെപ്റ്റ് ചെയ്യാത്തത്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ കൊളാബറേഷന് വേണ്ടിയിട്ട് മറ്റൊരു ചാനലിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുമ്പോഴോ ഭാവിയിൽ നമ്മുടെ ചാനലിൽ ഒരു പ്രോബ്ലം വരാൻ പാടില്ല. അത് ഓർത്ത് മാത്രം ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്താണ് ഈ കൊളാബറേറ്റർ അല്ലെങ്കിൽ കൊളാബറേഷൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ കമന്റായിട്ട് അറിയിക്കാവുന്നതാണ്. അതുപോലെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്ക് സ്വന്തമായിട്ട് മോണിറ്റൈസേഷൻ ചെയ്യാൻ അറിയില്ല, ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല, അപ്പീൽ വീഡിയോ റെഡിയാക്കണം, നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടന്റ് വന്നു, അതൊന്നും ചെയ്യാൻ അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സഹായം തേടാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.